ஹீரோயினை பொறுத்த வரைக்கும் ஃபர்ஸ்ட் படத்துல ஏகப்பட்ட ஹீரோயின் ஆடியோ லான்ச்லாம் வந்தாங்க. இந்த படத்துல எத்தனை ஹீரோயின்ஸ் இருக்காங்க, நாங்க எப்போ பார்க்கலாம்? டான்ஸ் மூவ்மெண்ட் பார்க்கலாமா உங்ககிட்ட? இல்லை, கண்டிப்பாக எதிர்பார்க்கலாம். ஆனால் நீங்கள் எதிர்பார்த்த மாதிரி 10 ஹீரோயின்லாம் கிடையாது, ஒரே ஒரு ஹீரோயின் தான். என்னுடைய அடுத்த படத்திற்கான படப்பிடிப்பு தூத்துக்குடியில் நடக்க இருக்கிறது. அதில் கலந்து கொள்வதற்காக நாங்களும் எங்கள் படக்குழுவும் அங்கு சென்று கொண்டிருக்கிறோம். இதை டைரக்டர் துரை செந்தில்குமார் இயக்க ஜிப்ரான் மியூசிக் அமைக்கிறார் மற்றும் ஆண்ட்ரியா ஷா முக்கிய கதாபாத்திரங்களில் நடிக்கின்றனர். കാര്യം എല്ലാവരും കൂടി ഈ ട്രോളി ഒരു വഴിക്കാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങേരുടെ ലുക്ക് ഒരു രക്ഷയില്ല. ആ വിഗാണെങ്കിലും ശരി, താടിയൊക്കെ ആണെങ്കിലും എങ്ങനെ വെച്ച് പിടിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ പറഞ്ഞ് അങ്ങേരെ എല്ലാവരും കൂടി ഒരു നിവിൻ ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് വിജയുടെ മറ്റേ ഗോട്ടിലെ ലുക്കും അങ്ങേര് തലയിലെടുത്ത് വെച്ചിരിക്കുന്ന ആ കക്കൂസ് കഴുകുന്ന ബ്രഷൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നത്. ഇങ്ങേർക്ക് വരെ ഇത്രയും ലുക്കായിട്ട് നടക്കാൻ അറിയാമെങ്കിൽ ഈ വിജയ്ക്കൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗോട്ടിലെയൊക്കെ വിജയുടെ താടിയും മുടിയൊക്കെ കാണുമ്പോഴാണ്. ഇനി വിജയ് എങ്ങാനും അഭിനയം നിർത്തിക്കഴിഞ്ഞാൽ വിജയുടെ ഗ്യാപ്പിലേക്ക് ഇങ്ങേര് കയറി വരുമെന്നാണ് ഡൗട്ട്. അമ്മാതിരി ലുക്കാണ് ഇപ്പോൾ ഈ മനുഷ്യൻ. വിജയേക്കാളും എത്രയോ പ്രായമുള്ള ആളാണ്. ഇങ്ങേർക്ക് വരെ ഈ ലുക്കിലാവാന്നുണ്ടെങ്കിൽ വിജയ്ക്ക് ആരുടെയും മേക്കപ്പ് ചെയ്യുന്നത്